ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ കൊല്ലം ആശ്രമത്താണ് പോയത്. ഈ ഞായറാഴ്ച ഞങ്ങളിപ്പം പാരിപ്പള്ളി രേവതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം സിനിമ കാണാൻ വേണ്ടി മാർച്ച് 6 ഇറങ്ങിയ സിനിമയാണ്. പക്ഷെ ഇന്നാണ് കാണാനൊരു സമയം കിട്ടിയത്. ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നാണ് സിനിമ കാണണമെന്ന് തോന്നി. ശ്രീലു പറഞ്ഞപ്പോഴത്തേക്ക് സിനിമ നല്ല റിവ്യൂ ആയിരുന്നു. നല്ല എല്ലാം കണ്ടിറങ്ങുന്നവരെല്ലാം നല്ല റിവ്യൂ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണാമായിരുന്നു. കുട്ടിയുടെ ആശീർവാദം വന്നതിന് ശേഷം ഞാൻ പാരിപ്പള്ളിയിൽ ആകെ 2 സിനിമ പിന്നെ കാണാൻ പോയിട്ടുള്ളത്. ഇത് ഫുൾ ടൈം നമുക്ക് ഏതൊരു സിനിമ ഇറങ്ങിപ്പോലും കൊട്ടിയം ആശീർവാദത്തിലോട്ട് ടിക്കറ്റ് എടുക്കുക, നേരെ അവിടെ പോയിരുന്ന് കാണും. പക്ഷേ തൊട്ടടുത്തായതുകൊണ്ട് കൊട്ടിയതാണ് നമുക്ക് എളുപ്പം. പിന്നെ പാരിപ്പള്ളിയോട്ട് ഞാൻ ഇതുവരെ 2 വട്ടം പോയിട്ടുള്ളൂ, ആശീർവാദം വന്നതിന് ശേഷം. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച് ഞായറാഴ്ചയിൽ കുറച്ച് ലോങ് പോയി, പാരിപ്പള്ളിയിൽ പോയി. ലോങ് ഇല്ല, അവിടെ നിന്ന് 12 കിലോമീറ്ററേ ഉള്ളൂ, 10 കിലോമീറ്ററേ ഉള്ളൂ, 10-12 കിലോമീറ്റർ. അപ്പം എന്തായാലും നമ്മൾ ഞായറാഴ്ചയിൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്ത് പോയി പാരിപ്പള്ളി പോയിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. പാരിപ്പള്ളി രേവതിയിൽ കാണുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, വല്ലാത്തൊരു നല്ല. എനിക്ക് കൊല്ലത്ത് തന്നെ ഏറ്റവും നല്ല തിയേറ്റർ. കൊല്ലത്തൊന്നല്ല, എനിക്ക് തോന്നുന്നേ കേരളത്തിൽ തന്നെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പാർക്കിംഗ് കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിലുള്ള സർവേ വന്നതിൽ സെക്കൻഡ് രേവതിയാണെന്നാ പറയുന്നത്. അത് ഞാൻ പറഞ്ഞ അറിവല്ല, ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാ. 2ാമത്തെ തിയേറ്റർ എന്നാ പറയുന്നത് കേരളത്തില്. എന്നുവെച്ചാ എല്ലാം കൊണ്ടും സ്ക്രീനിങ്ങും പാർക്കിങ്ങും സീറ്റിംഗ് കപ്പാസിറ്റിയും പിന്നെ ഇതിന്റെ സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ടും എല്ലാം വെച്ചിട്ട് നമുക്കാണെങ്കിലും നല്ലൊരു ഫീലാണ്. സൗണ്ട് ആണെങ്കിലും അതിന്റെ കാണാനാണെങ്കിലും ഒക്കെ എല്ലാം അടിപൊളിയാണ്. എല്ലാം കൊണ്ടും ഭയങ്കര രസമാണ്. എനിക്ക് ഇടയ്ക്ക് സമയമുള്ളപ്പോ രേവതിയിലൊക്കെ വന്നൊരു പടമൊക്കെ കാണാൻ നോക്കണം എല്ലാവരും. കൊല്ലത്ത് പാരിപ്പള്ളി രേവതി വേറെ മാറ്റി നിർത്താൻ പറ്റും. വേറൊന്നും ആയിരുന്നു. കൊട്ടാരക്കരയിലെ പുതിയ അതുപോലെ ഒരു വലിയ തിയേറ്റർ വരുന്നത്. പെരുമ്പുഴ ഒരു തിയേറ്റർ വരുന്നുണ്ട്, പഴയ തിയേറ്റർ പുതിയതായിട്ട് കൊണ്ടുവരും. പെരുമ്പുഴ ദേവി തിയേറ്റർ പുതിയ ബിൽഡിങ്ങില് ഞാൻ കണ്ടായിരുന്നു, അങ്ങോട്ട് പോയപ്പോ. ജെ ബി വന്നപ്പോഴത്തേക്ക് ജെബിയിലോട്ടായിരുന്നു. ജെബിയിലോട്ട് പോവാറില്ല. ആശീർവാദം ശേഷം ഫുൾ ടൈം ആശീർവാദം. പിന്നെ ടിക്കറ്റ് എല്ലാം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നേരെ പാരിപ്പള്ളിയിൽ പോകും. ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം 1.5 മാസമായി ഒരു സിനിമ കാണാൻ പോയിട്ട്. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു. 11:15 ഷോ നടക്കുന്നത്. ഇതിപ്പം 10:45 ടിക്കറ്റ് ഒന്നും എടുത്തില്ല, അവിടെ പോയി എടുക്കാന്ന് വെച്ചാൽ. കാരണം വലിയ സീറ്റ് ഉണ്ട്, തിരക്കില്ല. ഒരുപാട് പടം കണ്ടിറങ്ങുന്നവരുടെ റിവ്യൂ ആണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം കാരണം ആ ഷോർട്ട് ഫിലിം ഞാൻ ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. നല്ല ഷോർട്ട് ഫിലിം അത്. പടം അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു ലൂപ്പാണെന്ന് പറയുന്നത്. കണ്ടിറങ്ങുന്നവർ ഇങ്ങനെ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ നോക്കി ഇങ്ങനെ കറങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. സെക്കൻഡും കാണുമെന്ന് പറയുന്നുണ്ട്. രേവതിയിൽ അടുത്തിരിക്കണം അല്ലേ? ഞങ്ങളെന്നാലും ടിക്കറ്റ് എടുത്തു കേട്ടോ. അത്ര ആള് കുറവാണ്, അത്ര ആളില്ല. ആള് പൊതുവേ ഇല്ല. പക്ഷെ പടം കണ്ടിറങ്ങുന്നവരാണ് ഇതിന്റെ റിവ്യൂ കൂടുതലായിട്ട്. നല്ല റിവ്യൂ ആണ് കേൾക്കുന്നത്. ഏതായാലും നമുക്ക് പടം കണ്ടിട്ട് അതിന്റെ ബാക്കി വിശേഷങ്ങൾ അല്ലെന്ന് പറയാം അല്ലേ? വെട്ടമില്ല. ഒരു ഫുൾ ലൂപ്പ് അല്ലേ? പടം കഴിഞ്ഞ് കൊള്ളാം, ഗംഭീരം. നമ്മളായിട്ട് കറങ്ങി കാണി സൂപ്പർ. അവസാനം വീണ്ടും ഒരു ലൂപ്പിലേക്ക് പോകുന്ന രീതിയിലാണ് പടം അവസാനിച്ചത്. ഷോർട്ട് ഫിലിമിലെ പോലെ വന്ന് പിന്നെ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന രീതിയിലാണ് പടം എത്തി അവസാനിപ്പിച്ചിരിക്കുന്നത്. അതെ, കാണാൻ നല്ല ഒരു ഇതുണ്ട്, രസമുണ്ട്. ഭയങ്കരമായിട്ട് എൻഗേജ് ആക്കുന്നുണ്ട് എല്ലാവരും അല്ലേ? നമുക്ക് എന്താണ് അടുത്തത് എന്നുള്ളൊരു രീതി അവസാനം നമ്മള്. പക്ഷെ ഷോർട്ട് ഫിലിം കാണാത്തവർക്ക് അത് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടത്തില്ല. പക്ഷേ ഷോർട്ട് ഫിലിം കണ്ടതുകൊണ്ട് നമുക്കൊരു മനസ്സിലാവും. ഷോർട്ട് ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും ഇതാണ് ഇതാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ പടം കണ്ടിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. ഞാനായിട്ട് പറയുന്നില്ല. എന്തായാലും സെക്കൻഡ് പടം ഉടനെ കാണുമായിരിക്കും. അധ്യായം 1 ഇപ്പം നടന്നത്. ഈ ലൂപ്പ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തൊരു എന്തോ ഒരു അടുത്ത പടത്തിൽ എന്തോ ഒരു ഹൊറർ മൂവിയുടെ ഒരു സ്റ്റൈലിലാണ്. അല്ല, ഇനി അടുത്ത പടത്തിൽ ഇനി എന്ന് പറഞ്ഞാൽ നടന്ന സംഭവം ഉണ്ടല്ലേ, ആ നടക്കാതിരിക്കേണ്ടുള്ള സംഭവം, ആ സംഭവം അത് ഇവൻ നമ്മൾ
നമ്മളെ അസ്കർ അത് അല്ല അത് കണ്ട് മനസ്സിലാക്കട്ടെ, അത് പറയുന്നില്ല. അത്രേ ഉള്ളൂ. കാണാൻ കൊള്ളാം, രസമായിരുന്നു. ഞങ്ങളങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ട്